എല്ലാ വലിയ യാത്രകളും ഒരു ചെറിയ ആശയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ആശയത്തിന് ജീവൻ നൽകിയതാണ് നിങ്ങളെന്ന വിശ്വാസം. അറിവ് പങ്കുവെക്കുമ്പോഴാണ് അത് വളരുന്നത്. ഓരോ പഠനവും ഓരോ മുന്നേറ്റവും ഞങ്ങളെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നയിച്ചു. ഈ യാത്രയുടെ ആദ്യ നാഴികക്കല്ല് നിങ്ങളാണ് സാധ്യമാക്കിയത്. ഹൃദയം നിറഞ്ഞ നന്ദി. ഇതൊരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമാണ്. മൈ ലേണിങ്സ്. ഹായ് മക്കളെ, ലേണിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു ഇഗ്നോയുടെ ഒരു അപ്ഡേറ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് എന്തുമല്ല, ഫിലോസഫി ഓർ റിലീജിയൻ വളരെ BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പേപ്പറാണ് അല്ലേ. അഥവാ ജനറൽ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതേപോലെ വേറെയും BA വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളത് ഫിലോസഫി ഓർ റിലീജിയൻ എന്നുള്ള പേപ്പർ. ഏതാണ് മക്കളെ? BPYG 172 എന്നുള്ളത് 1172. ഇതിൻ്റെ 2026 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഗസ്റ്റ് പേപ്പറുമായിട്ടാണ് വന്നിട്ടുള്ളത്. മക്കൾ, ഏതാണ്? ഗസ്റ്റ് പേപ്പറാണ്. ഗസ്റ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഇഗ്നോ സ്റ്റൈലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അതോടൊപ്പം അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് എഴുതാന്നുള്ള ആൻസർ അടക്കമുള്ള ഒരു ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ അടക്കുന്ന PDF ആണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് നോക്കൂ മക്കളെ, 13 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നോക്കൂ, BPYG 172 അല്ലേ, ഫിലോസഫി ഓർ റിലീജിയൻ ഗസ്റ്റ് പേപ്പറാണ്. 2026 എക്സാം എഴുതുന്ന വിദ്യാർത്ഥികളെ ഫോക്കസ് ചെയ്ത് തയ്യാറാക്കിയതാണ്. 13 ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. 3 പ്രധാനപ്പെട്ട ബ്ലോക്ക് അതിനകത്തുള്ളത്. 15 പേജ് ഓഫ് ആൻസർ നമുക്ക് ചെയ്യാം അല്ലേ. ഇത് സ്ട്രിക്ട്ലി ഫ്രം ഇഗ്നോ ബുക്ക്. നമ്മളിത് എടുത്തിട്ടുള്ളത് ChatGPT AI ടൂൾസുകളൊന്നും അല്ല, കംപ്ലീറ്റ് ഇഗ്നോ ബുക്കിൽ നിന്ന് മാത്രം റെഫർ ചെയ്തതാണ്. ബ്ലോക്ക് വൈസ് മാപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലാസ്റ്റ് 6 സെക്ഷൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അഥവാ ലാസ്റ്റ് 6 പരീക്ഷ നമ്മൾ താരതമ്യം ചെയ്തെടുത്ത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതാണൊക്കെ നോക്കിയിട്ട് അതിനുള്ള ക്വസ്റ്റ്യൻ പ്ലസ് ആൻസർ എങ്ങനെ ഇഗ്നോ സ്റ്റൈലിൽ എഴുതാന്നുള്ളതാണ് ഈ ഒരു PDF തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ മക്കളെ. ഈ ഒരു 13 ക്വസ്റ്റ്യൻസ് പ്ലസ് അതിൻ്റെ ആൻസറാണ് ഇതിനകത്തുള്ളത്. നോക്കൂ, ഓരോ ക്വസ്റ്റ്യൻ നമ്മൾ ഇതിനനുസരിച്ച് പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പ്ലസ് അതിൻ്റെ ആൻസർ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു PDF ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ നമ്മളായിട്ട് മെസ്സേജ് വിട്ടാൽ മതി. ചെറിയൊരു പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങളെ കൊണ്ട് താങ്ങാവുന്ന രൂപത്തിലുള്ള ചെറിയ പേയ്മെൻറ്റാണ്. വലിയ പേയ്മെൻറ്റ് എന്നാലും നിങ്ങൾക്ക് താങ്ങാവുന്ന രൂപത്തിലുള്ള ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു PDF നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മൾ അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുള്ള ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ കമൻറ്റ് ബോക്സിൽ താഴെ ലിങ്ക് കൊടുക്കുന്നില്ല. ലിങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ വാട്സപ്പിലേക്ക് വരാം. നിങ്ങൾക്ക് പ്രകാരം റീപ്ലൈക്ക് കൊടുന്ന് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഷുവറായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോട്ടീവാണ് അത്. നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, വീഡിയോ ആയിട്ട് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും അറിയിക്കണം. കഴിഞ്ഞ ഏതെങ്കിലും എക്സാമിന് നമ്മുടെ ഗസ്റ്റ് പേപ്പർ വാങ്ങിച്ചിട്ട് അതുമായി പഠിച്ച എക്സാമിന് പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അയക്കുക കേട്ടോ. കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു വിദ്യാർത്ഥി വിളിച്ചു, സാറേ നിങ്ങളുടെ പേപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഉപകാരപ്പെട്ടു, 80% മാർക്ക് അതിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് അതേപോലെ തന്നെ എക്സ്പീരിയൻസ് നമ്മുടെ ഒന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അത് അറിയിക്കുക. വരുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യും, അതൊരു ഉപകാരമായി തീരും. അതുകൊണ്ടാണ് കേട്ടോ. ചെറിയൊരു പേയ്മെൻറ്റ് ഈ ഒരു PDF വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കും മക്കളെ. ഫിലോസഫി ആവുന്നത് കൊണ്ട് നമുക്ക് കൂടുതൽ തള്ളിമറിച്ച് എഴുതാനുള്ള ഓപ്ഷൻ ഇതിനകത്തില്ല. സാധാരണ പല പേപ്പറുകൾ നമ്മൾ തള്ളിമറിക്കില്ല. ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ബാക്കി നമ്മളെ കൊണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് നല്ല ചെയ്യാൻ കഴിയും എക്സാം. പക്ഷേ ഫിലോസഫി ആവുമ്പോൾ നമുക്ക് അത്രത്തോളം എല്ലാവർക്കും ഇത് പോകുന്നൊരു പേപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ടൈറ്റ് ആയ ഒരു പേപ്പറാണ് മക്കളെ. ഇത് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ലോണം പഠിച്ചിട്ട് തന്നെ വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. പല വിദ്യാർത്ഥികൾക്കും ഇഗ്നോന്റെ ഒരു സ്റ്റൈലിൽ എങ്ങനെ ആൻസർ ചെയ്താന്നുള്ള അറിയില്ല. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 1, മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ. എന്താണ് റിലീജിയൻ്റെ നാച്ചർ, എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. മക്കളെ, ഈ PDF നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിലും ഈ 13 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാനായിട്ട് മക്കളെ. എക്സാമിന് പോകുന്ന സമയത്ത് ഈ 13 ക്വസ്റ്റ്യനും നോക്കിയിട്ട് ഇത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് എവിടുന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത് നോക്കി റെഫർ ചെയ്ത് പഠിച്ചിട്ട് മാത്രം നിങ്ങൾ പോകാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 1, മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ അല്ലേ. സെക്ഷൻ A ആണ്, അഥവാ ബ്ലോക്ക് 1 ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. 2025 ജൂണിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജൂൺ 2024 ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2023 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2025 ഇത് ചോദിച്ചിട്ടുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻ പല വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഞാൻ ഈ ഒരു കോഡ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അടിക്കുക. അടിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഡൗൺലോഡ്സ് ഫസ്റ്റ് വരുന്ന വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക മക്കളെ. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കുക. ജൂൺ 2025 നമുക്ക് ജസ്റ്റ് നോക്കാം. ജൂൺ 2025 ക്വസ്റ്റ്യൻ എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരും, എല്ലാ പേപ്പറോട് വരും. നമുക്ക് ഏതൊക്കെ ഇഗ്നോയിൽ എക്സാം കഴിഞ്ഞൊക്കെ വരും. ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ,
742ാമത്തെ പേപ്പറായിട്ട് വന്നിട്ടുണ്ട്. BPYG 172 ജൂൺ 2025 അത് ഡൗൺലോഡ് കൊടുക്കുന്നു. ഡൗൺലോഡ് എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുക. നോക്കും മക്കളെ, ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 ഫിലോസഫി ഓഫ് റിലീജിയൻ. ഒന്നാം ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിലീജിയൻ? നമ്മൾ പറഞ്ഞ അതേ സാധനം തന്നെ. എന്താണ് റിലീജിയനെ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഡിസ്കസ് ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മുടെ PDF നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അല്ലേ. നോക്കൂ, ജൂൺ 2025 ക്വസ്റ്റ്യൻ പറഞ്ഞു, 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് അണ്ടർസ്റ്റാൻഡ് ബൈ റിലീജിയൻ, ഡിസ്കസ് ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ. ഈ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഈ PDF മൊത്തം നോക്കിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇങ്ങനത്തെ ലാസ്റ്റ് നോക്കൂ, ഇവിടെ ഓരോ വർഷത്തും നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഡിസംബർ 2025 ജസ്റ്റ് ഇവിടെ കൊടുക്കുക, ഏതാണോ വേണ്ടത് അത് ഇവിടെ കോഡ് ജസ്റ്റ് നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു PDF നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. മക്കളെ PDF ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 450 വേർഡ് എഴുതണം. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിലീജിയൻ, ഡിസ്കസ് ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ. അതാണ് ക്വസ്റ്റ്യൻ. ഇഗ്നോ സ്റ്റൈൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ആൻസർ എഴുതണം നിങ്ങൾ ഇങ്ങനെയാണ് മക്കളെ. ആൻസർ എന്ന് കൊടുത്തിട്ട് നിങ്ങൾ എഴുതേണ്ട, ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു. ഒന്നാമത്തെ മീനിങ് ഓഫ് റിലീജിയൻ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ഹെഡിങ് ഇത് കൊടുക്കുക. ഹെഡിങ് കൊടുത്തിട്ട് ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തു ഒക്കെയാണ് നിങ്ങളെ കാര്യം പോലെ നിങ്ങൾ കൈകാര്യം ചെയ്യാം. അട്രാക്റ്റീവ് ആവുന്ന രൂപത്തിൽ, ബോറാകാത്ത രൂപത്തിൽ ചെയ്യുക. ദെൻ ദ ബിലീഫ് ഓഫ് ഇൻ സ്പിരിച്വൽ ബീയിങ്സ് എന്നുള്ള ചെറിയൊരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. എന്താണ് ഇതിന്റെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതേപോലെ അവിടെ കൊടുത്തിട്ട് അണ്ടർലൈൻ ചെയ്ത് ഡബിൾ ഇൻവേർട്ടർ കോമ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇതൊന്ന് റൗണ്ട് ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ ഇതൊന്ന് ഡെഫിനിഷൻ ആവുന്ന രൂപത്തിൽ നോക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഐ ക്യാപ്ചറിങ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇതൊന്ന് അട്രാക്റ്റീവ് ആക്കി വെക്കുക. അവിടെ റൗണ്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്ക്വയർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സ്കെയിലും പെൻസിലും കൊണ്ടുപോകണം എക്സാമിന്, നല്ലൊരു കള്ളിക്കൂറിലേക്ക് ആക്കി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോൾ മനസ്സിലാവണം. ദെൻ രണ്ടാമത്തെ ഇതിന് ചെറിയൊരു വിശദീകരണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ പഠിച്ചു നോക്കി പോവുക. ഫിലോസഫി ആയതുകൊണ്ട് തന്നെ പഠിക്കുക എന്നുള്ളത് മാർഗ്ഗേ ഉള്ളൂ കേട്ടോ. പഠിക്കാതെ പോയിട്ട് കാര്യമില്ല മക്കളെ. പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് നമ്മൾ പഠിക്കുക തന്നെ വേണം. എന്നിട്ട് നാച്ചർ ഓഫ് റിലീജിയൻ അടുത്ത പോയിന്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, അപ്പോൾ ഇവിടെ എന്താണ് വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ റിലീജിയൻ എന്നുള്ളത് നമ്മളിവിടെ എന്ത് ചെയ്തു, റിലീജിയന്റെ ഒരു മീനിങ് ഇവിടെ നമ്മൾ സമർത്ഥിച്ചു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്കസ് ദ മീനിങ് ആൻഡ് നാച്ചർ ഓഫ് റിലീജിയൻ. അത് നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം അല്ലേ ഇവിടെ. അപ്പോൾ നാച്ചർ ഓഫ് റിലീജിയൻ എന്നുള്ളത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു. ഇതുകൊണ്ട് അണ്ടർലൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് 6 പോയിന്റ് ആദ്യം എടുത്ത് എഴുതുക. ഈ 6 പോയിന്റ് നിങ്ങൾ എഴുതണം. എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് അടിയിൽ താഴെ ഭാഗത്ത് ലെറ്റസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ബിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ രൂപത്തിൽ മനസ്സിലാവുന്ന സിമ്പിളായ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുക, താഴെ ഭാഗത്ത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓരോ പാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിശദീകരിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു ബോക്സ് സ്ക്വയർ രൂപത്തിലേക്ക് എഴുതാം, പ്രസന്റേഷൻ രൂപത്തിൽ ചെയ്യാൻ പറ്റും. നാച്ചർ ഓഫ് റിലീജിയൻ സെന്ററിൽ കൊടുക്കുക, ബാക്കി 4 ഭാഗത്തിലേക്ക് 2 ലൈനൊക്കെ വരച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. എങ്ങനെയാണോ നോക്കുന്ന ആളുകൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഐ ക്യാപ്ചറിങ് ആണ് നമ്മൾ പ്രധാനപ്പെട്ട് വേണ്ടത്. നിങ്ങൾക്ക് കുട്ടികൾക്ക് എക്സാം എഴുതുന്ന ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്നുള്ള അവർക്ക് തോന്നണം. അപ്പോൾ ആ രൂപത്തിൽ അട്രാക്റ്റീവ് ആവുന്ന രൂപത്തിൽ നല്ല വൃത്തിയാണ് മക്കളെ എഴുത്ത്. നിങ്ങൾ ആദ്യത്തെ ഉത്തരത്തിന് എഴുതുന്ന സമയത്ത് വൃത്തിയില്ലാതെ എഴുതരുത്. മനസ്സിലാക്കി എടുത്ത് നിങ്ങൾക്ക് ഉറപ്പുള്ള ഉത്തരങ്ങൾ മാത്രം ആദ്യം നിങ്ങൾ എഴുതുക. ടോട്ടൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഇതിനകത്ത് തന്നെ ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അനലൈസ് ചെയ്ത് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്താൽ മതി. രണ്ടാമത്തെ ബാക്കിയാണ് നോക്കുക, ഹയർ ഫോംസ് ഓഫ് റിലീജിയൻ എന്നുള്ള ബാക്കിയുണ്ട്. ഇതും പാട് നിങ്ങൾ പഠിച്ചു പോവുക. മക്കളെ നമ്മളെ ടീച്ചേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പേപ്പറാണ്, നിങ്ങൾ നോക്കി പോവുക കേട്ടോ. അതേപോലെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് റിലീജിയൻ എന്നുള്ള ഭാഗമുണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി പഠിച്ചു പോവുക. 3 എഴുതി കഴിഞ്ഞാൽ ഏകദേശം നമ്മളെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ദെൻ താഴെ ഭാഗത്തിൽ കൺക്ലൂഷൻ എന്നുള്ളത് കൊടുക്കണം. പല വിദ്യാർത്ഥികൾക്ക് ഇഗ്നോ സ്റ്റൈലിൽ എങ്ങനെ എക്സാം എഴുതണം എന്നുള്ളത് അറിയില്ല. കൺക്ലൂഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. കൺക്ലൂഷൻ കൊടുക്കണം. അവസാനം ഏത് ക്വസ്റ്റ്യൻ 20 മാർക്കിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ചെയ്യുന്ന സമയത്ത് കൺക്ലൂഷൻ കൊടുത്തിട്ട് ഇത്രയും പറഞ്ഞ ആ പോയിന്റുകളൊക്കെ ഒരു 3 വരിയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുക. എന്താ റിലീജിയൻ, നമ്മളെ ആർഗ്യുമെന്റ് എന്താണെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നിങ്ങളിവിടെ ഒരു ഫൈനൽ ഡിസിഷൻ ആയിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺക്ലൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കളെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. PDF ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മക്കളെ, ഈ 13 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരേ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് റിലീജിയൻ അല്ലേ മക്കളെ. ഇതെന്താണ്, ഇതെന്തായാലും എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. റിലീജിയൻ ഓഫ് ഫിലോസഫി ഓഫ് റിലീജിയൻ തിയറി അല്ലെ, തിയോളജി ഇത് പ്രധാനപ്പെട്ടതാണ്. റിലീജിയസ് ലാംഗ്വേജ് എന്താണെന്നുള്ളതുണ്ട്. പ്രോബ്ലം ഓഫ് എവിൽ ഉണ്ട്. ട്രഡീഷണൽ ആർഗ്യുമെന്റ്സ് ഫോർ ഗോഡ്, നാച്ചുറൽ ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ഉണ്ട്. തീസം ആൻഡ് ഇറ്റ്സ് വേരിയസ് ടൈപ്സ് എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ് തീയസുമായി ബന്ധപ്പെട്ടുള്ളത്. റിലീജിയസ് പ്ലാരലിസവുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെക്യുലറിസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. 10ാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അത് നിങ്ങൾ മക്കളെ പഠിച്ചിട്ട് പോകണം. ഫണ്ടമെന്റലിസം ആൻഡ് ടെററിസത്തെ പറ്റി പഠിക്കാനുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിയിട്ട് പോകണം മക്കളെ.
ഇപ്പം അതേപോലെ ഇന്റർ റിലീജിയസ് ഡയലോഗ്സ് എന്തൊക്കെയാണെന്നുള്ളത് ആ കാര്യങ്ങൾ മക്കൾ നിങ്ങൾ പഠിക്കണം. ഷോർട്ട് നോട്ട് ഉണ്ട്, അതെന്തായാലും എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. ഈ പ്രധാനപ്പെട്ട ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻ 4 ഭാഗത്തു നിന്നുള്ള ഇതുമായി ബന്ധമായി സബായിട്ടുള്ള ഏതെങ്കിലും ഒരു ചെറിയ ഇത് കൊടുത്തിട്ട് അതിൽ നിന്നുള്ള 4 പ്രധാനപ്പെട്ട ഷോർട്ട് ഫോം നോട്ട്സുകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് 2 നമ്മൾ എന്തുപോലെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അത് ഏതൊക്കെയാണ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. 5 മാർക്കിന് 4 ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് ഏത് ഭാഗത്തു നിന്നാണ് ചോദിക്കാന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ എന്ത് ചെയ്യുക, കഴിവിൻ്റെ പരമാവധി നിങ്ങൾ പഠിച്ചിട്ട് പോവുക മക്കളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പഠിച്ചു പോകേണ്ട ഒരു പേപ്പറാണ്. പഠിക്കാതെ പോയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ കുറച്ച് റിസ്ക് ആണ് മക്കളെ. അപ്പോൾ ജൂൺ 2025 26 എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ്. PDF ചെറിയൊരു പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ അയച്ചു തരുന്നതാണ്. ചാനൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടെ. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.